അത് ശരിയാ. എന്റെ ഭഗവാനെ, ഇവളെല്ലാം കുളവാക്കിയല്ലോ. ചില നേരത്തെ ഈ പെണ്ണ് ഒന്നും അറിയാതെ അങ്ങ് എടുത്തിയാടും. അയ്യോ, മാഗി വന്നുവെന്ന തോന്നലില് സ്ഥലകാല ബോധമില്ലാതായി പോയല്ലോ. ഷെടാ. അമ്മയാ? ആരെ മോള് നീ അമ്മയെന്ന് വിളിച്ച്? അമ്മായി, അത് ഞാൻ അമ്മായിയെ തന്നെ വിളിച്ചു പോയതാ. എന്നോട് ക്ഷമിക്കാം അമ്മായി. എന്താന്നറിയില്ല, ഇന്ന് രാവിലെ മുതൽ എനിക്ക് അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ അമ്മായി. അറിയില്ല, പെട്ടെന്ന് അമ്മായി അമ്മയെന്ന് വിളിക്കാൻ തോന്നി. ഇനി മുതല് അമ്മായിയിൽ നിന്നല്ലേ എനിക്ക് അമ്മയുടെ സ്നേഹം കിട്ടൂ. പൊളിച്ച് അമ്മയുടെ ഹൃദയം അങ്ങ് പിഴിഞ്ഞെടുത്തു. ഇവളാണ് ഭയങ്കരയാണല്ലോ. ദേവേട്ടൻ പറഞ്ഞത് ശരിയാ. ഒടുക്കത്തെ ബുദ്ധി അവക്ക്. അമ്മ ഇത് കേട്ടായിരുന്നോ? ഇവളെന്റെ അനന്തരവളല്ലെന്നല്ലേ പറഞ്ഞത്. നമ്മുടെ ചോരയായതുകൊണ്ടല്ലേ അമ്മ വാ നിറച്ച് അവൾക്ക് എന്നെ അമ്മയെന്ന് വിളിക്കാൻ തോന്നിയത്. അമ്മയെന്ന് വിളിച്ചത് കൊണ്ട് മാത്രം രക്തബന്ധം ഉണ്ടാകണമെന്നില്ല. അനന്തരവളായിരിക്കണമെന്ന് നിർബന്ധമില്ല. ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് 100% വിശ്വാസം. ഇനി തൊട്ട് നീ എന്നെ അമ്മായിന്ന് വിളിക്കണ്ട, അമ്മയെന്ന് വിളിച്ചാ മതി. ദേവേട്ടാ, നമ്മള് കരുതിയത് ഇവളുടെ അമ്മയാരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നല്ലേ. കിട്ടിയ തക്കത്തിന് അവൾ അമ്മയെ കയ്യിലെടുത്ത് കുപ്പിയിലാക്കി കളഞ്ഞല്ലോ ദേവേട്ടാ. ഇനി സമയമായിട്ടില്ല ജാനകി, അതാരാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. എന്താ ഇയാൾ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്ന്? എന്തു പറ്റി? ഓ, ഇവിടെ ഫംഗ്ഷൻ നടക്കുന്നുണ്ടാണോ? എന്റെ ആളാന്ന് ഞാൻ പറഞ്ഞോളാം. അങ്കിളും ആന്റിയൊക്കെ പാവം ആൾക്കാരാന്നേ, ഒരു സംശയം ഉണ്ടാവില്ല. ഈശ്വര, വരാതിരിക്കാൻ വേണ്ടി ഇത്രയും പാടുപെട്ടെടുത്തേക്കാണല്ലോ എത്തിയത്. അയ്യോ, അതൊന്നും വേണ്ട, ഞാൻ പോയിക്കോളാം. അയ്യോ, എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഞാനല്ലേ പറയുന്നത്. അതിരിക്കട്ടെ, തന്റെ പേരെന്താ? അല്ല, എന്റെ ആളെന്ന് പറയുമ്പോ പേര് പറയേണ്ടി വരുമല്ലോ. മാഗി, മേഘന. ഓ, എന്റെ പേര് ആകാശ്. ആകാശവും മേഘവും പോലെ പേരിലും നല്ല ചേർച്ചയുണ്ട്. അതുകൊണ്ട് ആരും ഒന്നും സംശയിക്കില്ല. എന്നാ വാ, അകത്തേക്ക് പോ.
ഹായ് അങ്കിൾ. ഹായ് ആന്റി. ആ ആകാശ്, സുഖായിരിക്കുന്നോ? ഗുഡ് അങ്കിൾ. ഹലോ നമസ്കാരം. ആകാശ്. എന്തൊക്കെയുണ്ട്? യാ, നന്നായിരിക്കുന്നു. നമസ്കാരം അമ്മേ. ആകാശ്, നീ ഇന്നലെ എത്തുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണോ കയറി വരുന്നത്? ഫ്ലൈറ്റിൽ ആന്റി തന്നെ ഇന്ന് കാലത്ത് ആന്റി. അവിടുന്ന് നേരെ ഇങ്ങോട്ട് പോരുമായിരുന്നു. രണ്ടുപേർക്കും ഷഷ്ടിപൂർത്തി ആശംസകൾ. താങ്ക് യു. താങ്ക്സ് മോനെ. അച്ഛനും അമ്മയൊക്കെ സുഖായിരിക്കുന്നോ? എല്ലാവരും അടിപൊളിയായിരിക്കുന്നു. ഹേയ്. ഹായ് ആകാശ്. ഹേയ് ദേവൻ. ഹൗ ആർ യു? ഗുഡ്. നിനക്ക് സുഖമല്ലേ? ലോങ് ടൈം. ഞാൻ സുഖായിരിക്കുന്നു. നീ എപ്പോഴാണ് ലാൻഡ് ചെയ്തേ? എയർപോർട്ടിൽ നിന്ന് നേരെ വരുന്ന വഴിയാ. ഓ അത് ശരി. മാഗി, നീ എപ്പോഴാ വന്നേ? ഞാനും ഇപ്പൊ വന്നതേ ഉള്ളൂ. ഏയ്, നീ എന്താ ഇവിടെ? ആഹാ, അപ്പൊ നിങ്ങൾക്ക് മാഗി നേരത്തെ അറിയോ? നിനക്കറിയാമോ? അതെന്താ അറിയാമോന്ന് ചോദിച്ചേ? ഞങ്ങൾ തമ്മിൽ എത്രയോ ജന്മങ്ങളുടെ ബന്ധമുള്ളത് അല്ലേ? എനിക്ക് മനസ്സിലായി. നീയും ആകാശം തമ്മിൽ ഇഷ്ടത്തിലാന്ന് നേരത്തെ പറഞ്ഞൂടായിരുന്നോ? അല്ല, അത് ആന്റി. ആ, ആ, ഹലോ മാഡം. മാഗി എവിടെ പോടാ? മാഡം, അതെ, ചെറിയൊരു തെറ്റു പറ്റിപ്പോയതാ. ഒരുത്തൻ ഞങ്ങൾ അടിച്ചു നിരപ്പാക്കി അവളെയും കൊണ്ട് മുങ്ങി. നാണോ ഇല്ലയോടെ എപ്പോഴും ഇങ്ങനെ പറയാൻ? അതിരിക്കട്ടെ, അവളുടെ അനിയത്തി എവിടെ? അവൾ ഇവിടെ തന്നെ ഉണ്ട് മാഡം. അവളെങ്കിലും അവിടുന്ന് മുങ്ങാതെ നോക്കിക്കോ, അത് മതി. ഇനി അവളെയും രക്ഷപ്പെടാൻ അനുവദിച്ച ഒരെണ്ണ അവിടെ ജീവനോടുണ്ടാവില്ല. ഞങ്ങൾ നോക്കിക്കോളാം. നിന്റെ അനുജത്തി എന്റെ അടുത്തുള്ളപ്പോ ഇവിടെ നിന്റെ വെളച്ചില് നടക്കില്ല. എന്തായാലും വന്നു കയറിയ സ്ഥിതിക്ക് ഇവളുടെ നാവുകൊണ്ട് തന്നെ ജാനകിയെക്കുറിച്ച് പറയിപ്പിക്കും ഞാൻ. അച്ഛാ വിളിച്ചെന്ന് പറഞ്ഞു. ഇതെന്റെ ആസ്തിയുടെ പകുതി ഭാഗ എന്റെ ശാന്തമ്മയ്ക്ക് കൊടുക്കാൻ വെച്ചത്. പക്ഷെ അവളിപ്പോ എവിടെയാന്നറിയില്ല. എന്നാ പിന്നെ അത് അനന്തരവളെ ഏൽപ്പിക്കാന്ന് കരുതിയിരുന്നപ്പോഴാ ഇവര് രണ്ടുപേരിൽ അതാരാണെന്ന് എപ്പോഴാ തെളിയാന്ന് പോലും അറിയില്ല. അച്ഛാ, ഇപ്പൊ എന്തിനാ ഇതൊക്കെ? നാളെ എനിക്ക് വല്ലതും സംഭവിച്ചാലോ? ഈ ആസ്തി അവകാശപ്പെട്ടവർക്ക് തന്നെ കിട്ടണം. അച്ഛാ, ഇപ്പൊ ഇങ്ങനെ വിഷമിക്കല്ലേ. അവകാശപ്പെട്ട കയ്യിൽ ഇതെത്തിക്കോളൂ അച്ഛാ. അതും ഇന്ന് തന്നെ. അച്ഛന്റെ അനന്തരവൾ ആരാണെന്നുള്ളത് ഇന്ന് തന്നെ തെളിയും. നേരാണ് മോനെ, സത്യമായിട്ട് അച്ഛാ. ഇന്നിത് അച്ഛന്റെ കൈകൊണ്ട് തന്നെ സ്വന്തം അനന്തരവൾക്ക് കൊടുക്കാനുള്ള ഭാഗ്യമുണ്ടാകും. അതങ്ങനെ നടക്കുകയാണെങ്കിൽ ഈ ഷഷ്ടിപൂർത്തി എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരനുഭവവും.
അപ്പം എല്ലാം കൂടി ആ ജാനകിയുടെ തലയിൽ വെച്ച് കെട്ടാനുള്ള പ്ലാനാ അല്ലേ? അതുവരെ അവളീ വീട്ടിലുണ്ടായിട്ട് വേണ്ടേ? മാഗി ഇവിടെ തന്നെ ഉണ്ടല്ലോ. അവളെ കൊണ്ട് ഇപ്പൊ തന്നെ സത്യം പറയിപ്പിച്ച് ജാനകിയെ ഉടനെ തന്നെ ഇവിടുന്ന് പറഞ്ഞയക്കണം. എവിടെ പോയി ആ മാഗി? ഈടങ്ങോട്ട് അതാ മാഗി സംഭവിച്ചേ. മാളവികയുടെ അമ്മ വന്നിട്ടുണ്ട്. പക്ഷെ അവരെ ആരാണെന്ന് അറിയില്ല. ഇന്ന് അവരെ എന്നെ ഇവിടുന്ന് പുറത്താക്കാനായിട്ട് എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് മാഗി. വന്നിരിക്കുന്നത് ആരാന്ന് ആദ്യം കണ്ടെത്തണം. പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നെ വെച്ച മാളവികയുടെ അമ്മയെ ഇവിടെ തന്നെ ഉണ്ട്. സത്യത്തിൽ നീയാ ജാനകി ഇവിടുത്തെ അനന്തരവള്. എന്നിട്ടും നിന്റെ അടുത്ത് പറയാൻ പറ്റുന്നില്ല. എന്റെ അവസ്ഥ ഇതായിപ്പോയി. മാളവിക ശാന്തിയമ്മയുടെ മോളല്ലാന്ന് നമുക്കിപ്പോ പ്രൂവ് ചെയ്യാൻ പറ്റും. എന്നാലും ഞാൻ ഇവിടുത്തെ അനന്തരവളല്ലല്ലോ മാഗി. അതെങ്ങാനും അവര് പ്രൂവ് ചെയ്താ എന്റെ അവസ്ഥ എന്താവും? ഒരിക്കലും വീട്ടിലേക്ക് തിരിച്ചു കയറാൻ വേണ്ടി പെടാപ്പാട് പെട്ടതാ ഞാൻ. ഞാനാണ് വൈദേഹി എന്ന് പറയുന്നത് വരെ എനിക്കിവിടെ നിന്നേ പറ്റൂ. പോയാലൊന്നും നടക്കില്ല. ഇറങ്ങിപ്പോയിട്ട് പിന്നെ ഞാനാ വൈദേഹി എന്ന് പറഞ്ഞാലും വിശ്വസിക്കണമെന്നില്ലല്ലോ. വൈദേഹി, നിന്റെ ഈ ടെൻഷൻ വെറുതെയാണ് വൈദേഹി. നീ പേടിക്കുന്ന പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. നീ വൈദേഹിയാന്നോർത്തോ. ജാനകിയായി മാറി ഇവിടുത്തെ അനന്തരവളായിട്ട് അഭിനയിക്കുന്നു. ഇതുവരെയുള്ള കഥ മാത്രമേ നിനക്കറിയുള്ളൂ. നിനക്കറിയാത്ത മറ്റൊരു രഹസ്യം കൂടിയുണ്ട്. മാധുരി, നീ സൂക്ഷിച്ചോണം. ഞാൻ പോയിട്ട് പിന്നെ വരാം. അവിടെ എന്റെ അനിയത്തി അവരുടെ കയ്യില. ആ രഹസ്യം വൈദേഹി അറിയിക്കണം. ചന്ദ്രികയൊട്ട് അത് അറിയാനും പാടില്ല. ഇപ്പൊ എടുത്തു ചാടി പറഞ്ഞു വെറുതെ അപകടം വരുത്തി വെക്കണ്ട. എന്തോ പറയാൻ തുടങ്ങിയിട്ട് നിർത്തിക്കളഞ്ഞ എന്താ മാഗി? ഞാൻ പറയാം വൈദേഹി. വൈദേഹി, നിന്നെക്കുറിച്ച് നിനക്ക് പോലും അറിയാത്ത രഹസ്യം എന്താണെന്നറിയോ? അത് ജാനകി, നിന്നെ അവിടെ പൂജ നടക്കുന്നിടത്തേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങോട്ട് ചെല്ലേ. മാഗി വാ. ആ, അത് നീ അങ്ങോട്ട് ചെല്ല്. ഞാൻ മാഗിയെ വിളിച്ചോണ്ട് വന്നോളാം. എന്താടി ഈ ജാനകിയുടെ ചായം വെളുപ്പിക്കാൻ കൊണ്ടുവന്നപ്പോ നീ എന്റെ മുഖം മൂടി അഴിപ്പിക്കാൻ നോക്കുന്നോ? അതിന് ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ കഴുത്തുനിന്ന് വിട്. വിട്. ഞാൻ വരാൻ ഒരു സെക്കൻഡ് വൈകിയിരുന്നെങ്കിൽ നീ അവളോടത് പറയില്ലായിരുന്നോ? എന്നാലും നിനക്ക് എന്തിന്റെ കേടാടി? നിന്റെ അനിയത്തിയുടെ ജീവൻ ഇപ്പൊ എന്റെ കയ്യിലാന്നറിഞ്ഞോണ്ട് എന്റെ പിള്ളേരുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട് എന്നെ കുറിച്ച് പറയാൻ എന്റെ വീട്ടിൽ തന്നെ വന്നിരിക്കുന്നോ? ഞാൻ എവിടുന്ന് രക്ഷപ്പെട്ട് ഓടിയതല്ല മാഡം. ഇടയ്ക്ക് അയാൾ കയറുമെന്ന് രക്ഷിക്കായിരുന്നു. ഏയ്, അതൊന്നും എനിക്കറിയണ്ട. നിന്നെ ഇങ്ങനെ വെറുതെ വിടുന്നതാണ് ഡേഞ്ചർ. ഇപ്പൊ തന്നെ താഴെ ചെന്ന് ജാനകി ശരിക്കുള്ള അനന്തരവളല്ലെന്നും കിളവി വേഷമിട്ട് നീ കളിച്ച നാടകം അതെന്നങ്ങ് പറഞ്ഞേക്ക്. അതിപ്പോ നടക്കുമെന്ന് തോന്നില്ല. എന്തുകൊണ്ട് നടക്കില്ല? കഷ്ടമുണ്ട് മാഡം. മുതിർന്നവര് ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്ന സന്തോഷത്തില്. ഇപ്പോ വെറുതെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ എനിക്ക് പറ്റില്ല. അതെന്തു വേണോന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ പറഞ്ഞതങ്ങ് ചെയ്യേ. എനിക്കിപ്പോ പറ്റില്ല മാഡം. പിന്നെ എപ്പോഴെങ്കിലും പറയാം. ഏയ്, നിന്നോടാണ് പറയാൻ പറഞ്ഞത്. ചെല്ലടി. നീ ഇപ്പൊ പറയുന്നോ അതോ നിന്റെ അനിയത്തി അങ്ങ് തീർത്തേക്കാൻ എന്റെ പിള്ളേരോട് ഞാൻ പറയാം? എന്റെ അനിയത്തെ കൊല്ലുവോ? നിനക്ക് അവളെ കൊല്ലണോ? എന്നാ കൊല്ലടി. അവിടെ എന്റെ അനിയത്തിക്ക് എന്തെങ്കിലും പറ്റിയെന്നിരിക്കട്ടെ. ഇവിടെ അമ്മയുടെ മോടെ കഴുത്തിന് വെളി തല കാണില്ല.
ഞാനിപ്പോ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. എന്റെ അനിയത്തെ നീ പിടിച്ചു വെച്ചിരിക്കുന്നോണ്ട് നിനക്ക് ഞാൻ ചെയ്യാൻ പോകുന്ന ഫേവർ എന്താന്നോ? നിന്നെ കുറിച്ചോ മാളവികയെ കുറിച്ചോ ഇവിടെ ആരോടും ഞാൻ പറയില്ല. അതല്ലാതെ നിനക്ക് തോന്നുമ്പോ തോന്നുന്നത് പോലെ പറയാനൊന്നും ഇനി എന്നെ കിട്ടുമെന്ന് കരുതണ്ട. എനിക്ക് സൗകര്യമുള്ളപ്പോഴേ പറയും. മനസ്സിലായോടി? മനസ്സിലായി. എന്റെ കഴുത്തുനിന്ന് വിട്. മാഗി, മാഗി വിട് പ്ലീസ്. മാഗി, മാഗി വിട്. എനിക്കെല്ലാം മനസ്സിലായി. എന്താ താനീ കാണിച്ചേ? അവരത് ഇത്രയും ഉണ്ടല്ലോ. താനവരെ എത്ര നിഷ്പ്രയാസം ഒറ്റ കൈകൊണ്ട് പൊക്കി. അത് പിന്നെ എന്നെ ആരെങ്കിലും തടിച്ചെന്ന് വിളിച്ചാലേ എനിക്ക് വല്ലാത്തൊരു ദേഷ്യം വരും. സാരമില്ല, വന്നേ, അവിടെ പൂജ തുടങ്ങും. ഏയ് തടിച്ചി, ഞാനത് മനഃപൂർവ്വം വിളിച്ചതൊന്നുമല്ല. എന്തോ എന്റെ വായിന്ന് വന്നു പോയതാ. എപ്പോഴോ തന്നെ ഇതുപോലെ തടിച്ചെന്ന് വിളിച്ചിട്ടുള്ള പോലെ തോന്നുന്നു. സോറി, പിന്നെ ഞാൻ തടിച്ചെന്ന് വിളിച്ചല്ലേ. അതിന്റെ പേരിൽ ദേഷ്യപ്പെട്ട് അവരെ പൊക്കിയ പോലെ എന്നെ പൊക്കല്ലേ കേട്ടോ. ഞാൻ വളരെ സോഫ്റ്റ് ആണ്. അതെനിക്കറിയാലോ. ഹൗ? എങ്ങനെ? എങ്ങനെയോ എനിക്ക് അറിയാന്നൊരു തോന്നൽ. എന്റെ അമ്മേ,